പ്രേം, അത് കണ്ട ഒരു പ്രകാശം വരുന്നു. അതെ, എന്താണിത്? ദേവത. അതെ, ദേവത എത്ര സുന്ദരിയാണെന്ന് കണ്ടോ നീ? കുട്ടികളെ, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? ചോക്ലേറ്റ്സ്. എടുത്തോളൂ, നിങ്ങൾ ചോദിച്ച ചോക്ലേറ്റ്. എല്ലാം തിന്നു തീർത്തു. ദേവതേ, നിങ്ങളുടെ കഥകൾ ഞങ്ങൾ ധാരാളം കേട്ടിട്ടുണ്ട്. എങ്കിലും ഇപ്പൊ ഞങ്ങൾക്കൊരാഗ്രഹം. ആ കഥകളൊക്കെ നിങ്ങൾ ഞങ്ങളോട് പറയണം. ഞങ്ങളോട് മാത്രമല്ല, ഇവരോടും കൂടി. ശരി ശരി, തീർച്ചയായും. അതിമനോഹരമായ നീണ്ട തലമുടിയുള്ള റാപ്പൻസലിന്റെ കഥ ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഒരിക്കൽ ഒരിടത്ത് ജോൺ എന്നു പേരുള്ള ഒരാളും അദ്ദേഹത്തിന്റെ ഭാര്യ നെല്ലും ജീവിച്ചിരുന്നു. പക്ഷെ കുഞ്ഞുങ്ങളുണ്ടായിരുന്നില്ല. ഒരു കുഞ്ഞിനു വേണ്ടി അവർ ദാഹിച്ചിരുന്നു. അയൽപക്കത്തു തന്നെയുള്ള ഒരു മനോഹരമായ പൂന്തോട്ടത്തിൽ ദുഷ്ടയായ ഹെൽഗ എന്നു പേരുള്ള ഒരു മന്ത്രവാദിനി താമസിച്ചിരുന്നു. ഒരു ദിവസം നെൽ ഗർഭിണിയായി. അവൾ ആ മന്ത്രവാദിനിയുടെ തോട്ടത്തിൽ റപുൻസൽ എന്ന ചീര വളർന്നു നിൽക്കുന്നത് കണ്ടു. അത് നല്ല പച്ച നിറത്തിൽ പ്രസരിപ്പുള്ളതായി വളർന്നിരുന്നു. ജോൺ, എനിക്ക് ആ ചീര കിട്ടിയാ കൊള്ളായിരുന്നു. അവിടുന്ന് കുറച്ച് ചീര പറിച്ചുകൊണ്ടുവരാമോ? ജോണിന് ഭാര്യയെ അതീവ സ്നേഹമായിരുന്നു. അതുകൊണ്ട് അവളെ നിരാശപ്പെടുത്താൻ ആഗ്രഹിച്ചില്ല. അയാൾ ചീര പറിക്കാൻ തന്നെ തീരുമാനിച്ചു. പക്ഷേ അയാൾ ചീര പറിക്കാൻ തുടങ്ങിയപ്പോൾ ആ മന്ത്രവാദിനി മുന്നിൽ വന്ന് നിൽക്കുന്നത് അയാൾ കണ്ടു. എന്ത് ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ റെപ്പൻസൽ ചീര നീ പറിക്കും? നീ ഇതിനുള്ള ശിക്ഷ അനുഭവിക്കണം. ജോൺ തന്റെ ഭാര്യയ്ക്ക് ചീരയോടുള്ള ആഗ്രഹത്തെപ്പറ്റി അവരോട് പറഞ്ഞു. കൂടാതെ താൻ ഒരു അച്ഛനാകാൻ പോവുകയാണെന്നും അയാൾ പറഞ്ഞു. എന്നോട് ദയവുണ്ടാകണം. ശരി, ചീര എടുത്തോണ്ട് പൊയ്ക്കോളൂ. പക്ഷേ കുഞ്ഞ് ജനിക്കുമ്പോൾ അതിന് എനിക്ക് തരണം. ജോണിന് വല്ലാത്ത പേടിയായി. അയാൾ സമ്മതിച്ചു. നെൽ ദിവസവും റപുൻസൽ ചീര കഴിക്കും. കുറച്ചു മാസങ്ങൾക്കകം അവൾക്ക് ഒരഴകാർന്ന പെൺകുട്ടി ജനിച്ചു. അടുത്ത ദിവസം ഹെൽഗ കുഞ്ഞിന്റെ മേൽ അവകാശവും പറഞ്ഞുകൊണ്ടുവന്നു. ഈ കുഞ്ഞ് എന്റേതാണ്. ജോൺ ആ കുഞ്ഞിനെ അവർക്ക് കൊടുത്തു. ആ മന്ത്രവാദിനി അവൾക്ക് റപുൻസൽ എന്ന് പേരിട്ടു. റപുൻസൽ അതിസുന്ദരിയായി വളർന്നു വന്നു. അവൾക്ക് 12 വയസ്സ് തികഞ്ഞപ്പോൾ ഹെൽഗ അവളെ കാട്ടിലുള്ള ഒരു വലിയ ഗോപുരത്തിനുള്ളിൽ അടച്ചിട്ടു. അതിന് കതകോ ഏണിപ്പടികളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അതിന്റെ മുകളിൽ ഒരു ചെറിയ ജനാല മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഹെൽഗയ്ക്ക് അകത്തേക്ക് പ്രവേശിക്കണമെങ്കിൽ അവൾ വിളിക്കും, റപുൻസൽ, റപുൻസൽ, നിന്റെ തലമുടി താഴേക്കിട്. റപുൻസലിന് അപാരമായ നീണ്ട ഇടതൂർന്ന സ്വർണ്ണ നിറത്തിലുള്ള മുടിയുണ്ടായിരുന്നു. മന്ത്രവാദിനിയുടെ ശബ്ദം കേൾക്കുമ്പോൾ അവൾ തന്റെ തലമുടി താഴേക്കിടും. ഹെൽഗ അതിൽ പിടിച്ചു കയറി ഗോപുരത്തിന്റെ മുകളിലെത്തും. റപുൻസലിന് ഭക്ഷണവും വെള്ളവും കൊടുക്കാൻ വേണ്ടി മാത്രം കുറച്ചു നേരം അവരവിടെ നിൽക്കും. അങ്ങനെ കുറെ കാലം അവൾ ഗോപുരത്തിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു സുന്ദരനായ രാജകുമാരൻ തന്റെ കുതിരപ്പുറത്തിരുന്ന് അതുവഴി വന്നു. അയാൾ ഗോപുരത്തിൽ നിന്നും ഒരു മനോഹരമായ ശബ്ദം കേൾക്കാനിടയായി. അയാൾ അടുത്ത് ചെന്നപ്പോൾ പാട്ട് നിലച്ചു. പെട്ടെന്നൊരു പരുക്കൻ ശബ്ദം കേട്ടു. റപുൻസൽ, റപുൻസൽ, നിന്റെ തലമുടി താഴേക്കിട്. മനോഹരമായ തലമുടിയിൽ പിടിച്ചു കയറി ഒരു മന്ത്രവാദിനി മുകളിലേക്ക് പോകുന്നത് കണ്ട രാജകുമാരൻ അത്ഭുതപ്പെട്ടു. ആ മനോഹരമായ ശബ്ദത്തിന്റെ ഉടമയെ കണ്ടെത്താൻ അയാൾ ആഗ്രഹിച്ചു. ആ മന്ത്രവാദിനി താഴെ ഇറങ്ങുന്നതുവരെ അയാൾ അവിടെ കാത്തിരുന്നു. റപുൻസൽ, റപുൻസൽ, നിന്റെ തലമുടി താഴേക്കിട്. പെട്ടെന്ന് തലമുടി താഴെയെത്തി. രാജകുമാരൻ അതിൽ പിടിച്ചു കയറി മുകളിലെത്തി. ആദ്യമായി ഒരു പുരുഷനെ കണ്ട റപുൻസൽ ഭയം കൊണ്ട് വിറച്ചു. പക്ഷേ രാജകുമാരൻ അവളോടൊരു സുഹൃത്തിനോടെന്നതുപോലെ സംസാരിച്ചു. എനിക്ക് വേണ്ടി ഒന്ന് പാടാമോ? റപുൻസലിന് വളരെ സന്തോഷമായി. അവൾ പതിവിലുമുപരി മധുരമായി പാടാൻ ആരംഭിച്ചു. അങ്ങനെ ദിവസവും രാജകുമാരൻ റപുൻസലിനെ കാണാനെത്തും. അവൾ അയാൾക്ക് വേണ്ടി പാട്ടുപാടും. അവർ പ്രണയത്തിലായി. രാജകുമാരൻ അവളോട് വിവാഹാഭ്യർത്ഥന നടത്തി. ഓ, തീർച്ചയായും സമ്മതിക്കാം. ഞാൻ എങ്ങനെയാണ് നിന്നെ താഴേക്ക് കൊണ്ടുപോവുക? എങ്ങനെ താഴേക്ക് ഇറങ്ങണമെന്ന് എനിക്ക് അറിയില്ല. പക്ഷേ നിങ്ങൾ ഓരോ തവണ വരുമ്പോഴും കുറേശ്ശെ പട്ടുനൂൽ കൊണ്ടുവന്ന് തന്നാൽ ഞാൻ അത് ഉപയോഗിച്ച് ഒരു ഏണി നെയ്തെടുക്കാം. അത് പൂർത്തിയായ ഉടനെ ഞാൻ താഴെ എത്താം. അപ്പോൾ നിങ്ങൾക്ക് എന്നെ കുതിരപ്പുറത്ത് കയറ്റിക്കൊണ്ടു പോകാം. അങ്ങനെ ഓരോ ദിവസവും വൈകുന്നേരം രാജകുമാരൻ അവളെ വന്ന് കാണും. ഹെൽഗയും ദിവസം തോറും വരും. ഒരു ദിവസം ഹെൽഗ പതിവിലും നേരത്തെ ഗോപുരത്തിനടുത്തെത്തി. റപുൻസൽ രാജകുമാരന് വിട പറയുന്നത് അവൾ കാണാനിടയായി. ആരോ എന്നെ ചതിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഉടനെ അവൾ ഒരു പദ്ധതി തയ്യാറാക്കി. അവൾ റപുൻസലിന്റെ മനോഹരമായ നീണ്ട തലമുടി മുറിച്ചെടുത്ത് ജനാലയുടെ കുളത്തിൽ കെട്ടിത്തൂക്കിയിട്ടു. അടുത്ത ദിവസം വൈകുന്നേരം രാജകുമാരൻ പതിവ് പോലെ വന്നു വിളിച്ചു. റപുൻസൽ, റപുൻസൽ, നിന്റെ തലമുടി താഴേക്കിട്. തലമുടി താഴെയെത്തി. പക്ഷേ രാജകുമാരൻ മുകളിലെത്തിയപ്പോൾ കണ്ടത് സ്നേഹവതിയായ റപുൻസലിന് പകരം ദുഷ്ടയായ മന്ത്രവാദിനിയെയാണ്. ആഹാ, നീയായിരുന്നു അത്. നിന്റെ ജീവിതത്തിൽ ഇനി നീ റപുൻസലിനെ കാണില്ല.
ഞാൻ നിന്നെ കൊല്ലാൻ പോവുകയാണ്. ഹെൽഗ ഉച്ചത്തിൽ അട്ടഹസിക്കാൻ തുടങ്ങി. പക്ഷേ ധൈര്യശാലിയായ രാജകുമാരൻ തന്റെ വാളൂരി അവൾ എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് തന്നെ അവളെ വെട്ടിക്കൊന്നുകളഞ്ഞു. രാജകുമാരനും റബുൻസലും ജനാലയിൽ കെട്ടിവെച്ചിരുന്ന തലമുടിയിൽ പിടിച്ച് താഴേക്കിറങ്ങി വന്നു. ഉടനെ തന്നെ രാജകുമാരനും റബുൻസലും തമ്മിലുള്ള വിവാഹം ഗംഭീരമായി നടന്നു. അവർ റബുൻസലിന്റെ മാതാപിതാക്കളെ രാജകൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അതിനുശേഷം അവർ വളരെ കാലം ആഹ്ലാദത്തോടെ ജീവിതം നയിച്ചു. മന്ത്രവാദിനിയുടെ പേരെന്താണ്? ഹെൽഗ, ജെൻസി, സിൻഡ്രല, ജെർസി. ഹെൽഗ ശരി ഉത്തരമാണ്. ഇപ്പോൾ സിൻഡ്രല എന്ന അഴകാർന്ന കുട്ടിയുടെ കഥയാണ് ഞാൻ പറയാൻ പോകുന്നത്. എനിക്ക് കുറേശ്ശെ അറിയാം, എങ്കിലും നിങ്ങൾ തന്നെ പറയണം. പണ്ട് പണ്ട് ഒരു ധനികൻ തന്റെ സുന്ദരിയും സുശീലയും സ്നേഹവതിയുമായ മകളോടൊത്ത് ജീവിച്ചിരുന്നു. അയാളുടെ ഭാര്യ മരിച്ചുപോയതിനാൽ അയാൾ മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിച്ചു. അവർക്ക് അഗത, അലീസ എന്നീ 2 പെൺകുട്ടികളുണ്ടായിരുന്നു. അവർ ഈ കുട്ടികളോട് വളരെ ക്രൂരമായി പെരുമാറിക്കൊണ്ടിരുന്നു. നീ ഈ വീടൊക്കെ അടിച്ചു വൃത്തിയാക്കണം, ഞങ്ങൾക്ക് ഭക്ഷണം റെഡിയാക്കണം, എന്റെ 2 പെൺകുട്ടികളെ ഒരുക്കണം, അവര് പറയുന്നൊക്കെ അനുസരിക്കണം, മനസ്സിലായോ? ആ പാവപ്പെട്ട പെൺകുട്ടി രാവിലെ മുതൽ രാത്രി വരെ കഠിനാധ്വാനം ചെയ്യും. രാത്രി നെരിപ്പോടിനടുത്ത് കിടന്നുറങ്ങും. അവളെ കാണാൻ യാതൊരു വൃത്തിയും ഉണ്ടാവില്ല. അവർ അവളെ സിൻഡ്രല്ല എന്ന് വിളിച്ചു തുടങ്ങി. കണ്ടില്ലേ, അവളെ കാണാൻ എത്ര സുന്ദരിയാണെന്ന്. ഒരു ദിവസം രാജകൊട്ടാരത്തിൽ നടക്കാനിരിക്കുന്ന വിരുന്നു സൽക്കാരത്തിൽ പങ്കെടുക്കാനായി രാജാവ് എല്ലാവർക്കും ക്ഷണക്കത്തയച്ചു. രാജകുമാരനെ കാണാൻ എല്ലാ പെൺകുട്ടികൾക്കും ഒരവസരം. എല്ലാ പെൺകുട്ടികളോടൊപ്പവും രാജകുമാരൻ നൃത്തമാടിയ ശേഷം അതിൽ നിന്ന് തനിക്കിഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയെ തന്റെ ഭാര്യയായി തിരഞ്ഞെടുക്കും. വിരുന്നു സൽക്കാരത്തിന്റെ അന്ന്. സിൻഡ്രല ഇവിടെ വാ, വിരുന്നു സൽക്കാരത്തിന് പോവാൻ ഞങ്ങളെ ഒരുക്കണം. അഴകാർന്ന ഡ്രസ് ധരിക്കുവാനായി സിൻഡ്രല്ല അവരെ സഹായിച്ചു. അവർ പോകാൻ തയ്യാറായപ്പോൾ, അമ്മേ, ദയവായി ഞാനും നിങ്ങളുടെ കൂടെ വിരുന്നിന് വരട്ടെ. എന്തിനാ സിൻഡ്രല, നിനക്കൊരു നല്ല ഡ്രസ്സ് പോലും ഇല്ല. പോരാത്തതിന് ദേഹം മുഴുവൻ അഴുക്കും വൃത്തിയിടുക. നിന്നെ കൊണ്ടുപോയാലേ ഞാൻ നാണം കെടും. അവളെ നോക്കി ചിരിച്ചുകൊണ്ട് അവർ പോയി. വീട്ടിൽ തനിച്ചായ സിൻഡ്രല്ല കരഞ്ഞുകൊണ്ടിരുന്നു. എനിക്കും വിരുന്നു സൽക്കാരത്തിന് പോകാൻ വലിയ ആഗ്രഹമായിരുന്നു. എന്റെ ആഗ്രഹങ്ങളൊക്കെ സഫലമാക്കാൻ എനിക്കൊരു ദേവതയുണ്ടായിരുന്നെങ്കിൽ. ഉടനെ കയ്യിലൊരു മന്ത്രക്കോലുമായി വൃദ്ധയായ ഒരു ദേവത അവിടെ പ്രത്യക്ഷയായി. എന്തിനാ മോളെ നീ കരയുന്നത്? നിങ്ങൾ ആരാ? ഞാൻ നിന്റെ ദേവതയായ തലതൊട്ടമ്മയാണ്. എനിക്ക് രാജാവിന്റെ വിരുന്ന് സൽക്കാരത്തിൽ പങ്കെടുക്കണം. പക്ഷെ എന്റെ രണ്ടാനമ്മ എന്നെ അതിന് അനുവദിക്കുന്നില്ല. ഞാൻ അതിന് നിന്നെ സഹായിക്കാം. അവർ തോട്ടത്തിലുള്ള മത്തങ്ങ ഉപയോഗിച്ച് തന്റെ മന്ത്രശക്തിയാൽ ഒരു രഥം നിർമ്മിച്ചു. വെള്ളലികളെ തേരോട്ടികളാക്കി. സിൻഡ്രല്ലയെ സ്വർണവും വെള്ളിയും കൊണ്ട് നിർമ്മിച്ച വസ്ത്രം ധരിപ്പിച്ചു. പട്ടും വെള്ളിയും ചേർത്ത് ചിത്രത്തയ്യൽ ചെയ്ത കണ്ണാടി ചെരുപ്പുകൾ അണിയിച്ചു. പുറപ്പെടുന്നതിനു മുമ്പ് ദേവത മുന്നറിയിപ്പ് നൽകി. മോളെ ശ്രദ്ധിച്ച് കേൾക്ക്. അർദ്ധരാത്രി ആവുന്നതിന് മുമ്പ് നീ തിരികെ എത്തണം. ഘടികാരത്തിൽ 12 മണി അടിക്കുമ്പോൾ മാന്ത്രിക ശക്തി നഷ്ടപ്പെട്ട് നീ നിന്റെ പഴയ രൂപത്തിലേക്ക് തിരിച്ചു വരും. തീർച്ചയായും ഞാൻ അർദ്ധരാത്രിക്ക് മുൻപ് തന്നെ തിരിച്ചെത്താം. അങ്ങനെ സിൻഡ്രല്ല രാജകൊട്ടാരത്തിലേക്ക് പുറപ്പെട്ടു. വിരുന്നു സൽക്കാരത്തിൽ പങ്കെടുത്ത പെൺകുട്ടികളോടൊന്നും രാജകുമാരന് താല്പര്യം തോന്നിയില്ല. അപ്പോഴാണ് മനോഹരമായ വസ്ത്രമണിഞ്ഞ സുന്ദരിയായ സിൻഡ്രല്ലയെ രാജകുമാരൻ കണ്ടത്. അവളുടെ കൈകൾ പിടിച്ച് രാത്രി മുഴുവനും അയാൾ നൃത്തമാടി. സിൻഡ്രല്ല സന്തോഷപൂർവ്വം രാജകുമാരനോടൊത്ത് നൃത്തമാടി. അവർ പ്രണയത്തിലായി. പക്ഷേ സമയം പോയത് അവൾ അറിഞ്ഞില്ല. പെട്ടെന്ന് ഘടികാരത്തിൽ 12 മണിയടിച്ചു. അത് കേട്ട സിൻഡ്രല്ല ഞെട്ടിപ്പോയി. അവൾ രാജകുമാരന്റെ പിടിയിൽ നിന്നും രക്ഷപ്പെട്ടോടി. ഓടുന്ന സമയത്ത് അവളുടെ കണ്ണാടി ചെരുപ്പുകളിലൊന്ന് രാജകൊട്ടാരത്തിൽ ഊരി വീണു. രാജകുമാരന് വല്ലാത്ത സങ്കടമായി. അടുത്ത ദിവസം ആ രാജകുമാരിയെ കണ്ടുപിടിക്കാനായി ഭടന്മാരോടൊപ്പം ചെരുപ്പുമെടുത്തുകൊണ്ട് യാത്രയായി. ആ രാജ്യത്തുള്ള ഓരോ പെൺകുട്ടികളുടെയും വീടുകൾ കയറിയിറങ്ങി. പക്ഷേ ആ ചെരുപ്പ് ആർക്കും തന്നെ പാകമായില്ല. ഒടുവിൽ അവർ സിൻഡ്രല്ലയുടെ വീട്ടിലുമെത്തി. ഹേ, ഞാൻ ധരിച്ചു നോക്കാം. ഓ, ഇത് വളരെ വലുതാണല്ലോ. ഹേയ്, ഇത് നിങ്ങൾക്ക് പാകമല്ല. ഇത് അലീസ ധരിക്കട്ടെ. ആട്ടെ, നീ ധരിച്ചു നോക്ക അലീസ. ഇത് വളരെ ചെറുതാ. കാല് നന്നായി ഉള്ളിലേക്ക് കടത്തി നോക്ക്. വീട്ടില് വേറെ ഏതെങ്കിലും പെൺകുട്ടികളുണ്ടോ? ഇല്ലല്ലോ, ഇവിടെ വേറെ പെൺകുട്ടികൾ ആരുമില്ല. സിൻഡ്രല്ല കർട്ടന്റെ ഇടയിലൂടെ ഇതെല്ലാം ഒളിച്ചു നോക്കുകയായിരുന്നു. വേണമെങ്കിൽ ഞാനിത് ധരിച്ചു നോക്കാം. സിൻഡ്രല്ല തന്റെ കാലിലുള്ള മരച്ചെരുപ്പ് അഴിച്ചുമാറ്റി കണ്ണാടി ചെരുപ്പ് ധരിച്ചു. അവളുടെ കാലുകൾ വളരെ എളുപ്പത്തിൽ ചെരുപ്പിനുള്ളിലേക്ക് കയറി. ഉടനെ
അവൾ അവളുടെ മറ്റൊരു ചെരുപ്പ് തന്റെ പോക്കറ്റിൽ നിന്നും എടുത്ത് മറ്റൊരു കാലിൽ ധരിച്ചു. ഒടുവിൽ സിൻഡ്രല്ലയെ കണ്ടെത്താനായതിൽ രാജകുമാരൻ അതീവ സന്തോഷവാനായി. നിന്നെ കണ്ടെത്താനാവില്ലേ എന്ന് ഞാൻ പേടിച്ചു. നീ എന്നെ വിവാഹം കഴിക്കുമോ? സിൻഡ്രല്ല അതിന് സമ്മതിച്ചു. സിൻഡ്രല്ലയുടെ രണ്ടാനമ്മയും അവരുടെ 2 പെൺകുട്ടികളും സ്തംഭിച്ചു നിന്നു. വിരുന്ന് സൽക്കാരത്തിൽ പങ്കെടുത്ത പെൺകുട്ടി മറ്റാരുമല്ല, സിൻഡ്രല്ലയായിരുന്നുവെന്ന് മനസ്സിലാക്കി. രാജകുമാരൻ സുന്ദരിയായ സിൻഡ്രല്ലയെ കൂട്ടിക്കൊണ്ടുപോയി. രാജകൊട്ടാരത്തിൽ വളരെ ആഡംബരപൂർവ്വം അവരുടെ വിവാഹം നടന്നു. അവരുടെ വിവാഹത്തിൽ ദേവതയും പങ്കെടുത്ത് അവരെ അനുഗ്രഹിച്ചു. അങ്ങനെ ആ ദമ്പതികൾ സന്തോഷപൂർവ്വം ദീർഘകാലം ജീവിച്ചു. സിൻഡ്രല്ലയുടെ സഹോദരിമാർ ആരൊക്കെയാണ്? അഗാത്തയും അലീലും, അഗാത്തയും മാട്രായും, അഗാത്തയും ജെനിയും, അഗാത്തയും ജെൻഷിയും. അഗാത്തയും അലീലും. ഉത്തരം ശരിയാണ്. ആട്ടെ, അടുത്തതേത് കഥയാ? 100 വർഷം ഉറങ്ങിക്കൊണ്ടേയിരുന്ന ഒരു പെൺകുട്ടിയുടെ കഥയാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. 100 വർഷമോ? കേൾക്കാൻ തന്നെ നല്ല രസമുണ്ട്. പണ്ട് പണ്ട് ഒരു ഉദാരനായ രാജാവ് ഒരു രാജ്യം ഭരിച്ചിരുന്നു. രാജാവിനും രാജ്ഞിക്കും ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അവൾ ജനിച്ചപ്പോൾ അവർ സന്തോഷഭരിതരായി. അതുകൊണ്ട് രാജ്യത്തൊരു വലിയ വിരുന്നൊരുക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്തു. അവർ അവൾക്ക് റോസമണ്ട് എന്ന് പേരിട്ടു. നമുക്ക് ഈ അവസരം നമ്മുടെ രാജ്യത്ത് ഭംഗിയായി ആഘോഷിക്കണം. അതെ, നമ്മുടെ രാജ്യത്തെ എല്ലാവരെയും വിരുന്നിന് ക്ഷണിക്കണം. കൂടാതെ എല്ലാ ദേവതമാരെയും. ആ രാജ്യത്ത് 13 ദേവതമാരുണ്ടായിരുന്നു. പക്ഷേ രാജാവും രാജ്ഞിയും 12 ദേവതമാരെ വിരുന്നിന് ക്ഷണിച്ചു. 13ാമത്തെ ദേവതയെ അവർ മറന്നു. അതായിരുന്നു അവർ ചെയ്യാൻ പാടില്ലാത്തത്. വിരുന്ന് സൽക്കാരത്തിന്റെ അന്ന് എല്ലാ ദേവതകളും കുഞ്ഞിന്റെ തൊട്ടിലിനരികിൽ നിന്നുകൊണ്ട് ഓരോരുത്തരും ഓരോ അനുഗ്രഹങ്ങൾ നൽകി. ഇവൾ സുന്ദരിയായിരിക്കട്ടെ, എന്നെന്നും സന്തോഷവതിയായിരിക്കട്ടെ. അങ്ങനെ തുടർന്നു. 12ാമത്തെ ദേവത തന്റെ അനുഗ്രഹം നൽകാനായി എത്തിയപ്പോൾ 13ാമത്തെ ദേവത മോദ്ര അവിടെ എത്തി. അവളെ വിരുന്നിന് ക്ഷണിക്കാത്തതിൽ വല്ലാത്ത ദേഷ്യത്തിലായിരുന്നു. നിങ്ങൾ എന്നെ നിന്ദിച്ചു, അതിന് നിങ്ങൾ അനുഭവിക്കണം. ഇതാ നിങ്ങളുടെ സുന്ദരിയായ മകൾക്കുള്ള എന്റെ സമ്മാനം. ഇവൾക്ക് 16 വയസ്സ് തികയുമ്പോൾ ഇവളുടെ വിരൽ തക്ലിയിൽ കുത്തി ഇവൾ മരിച്ചു പോകട്ടെ. എന്നിട്ട് മോദ്ര അപ്രത്യക്ഷയായി. രാജ്യം മുഴുവൻ ദുഃഖത്തിലാണ്ടു. പാവം എന്റെ കുട്ടി. എനിക്ക് ആ ദുഷ്ടദേവതയുടെ മന്ത്രശക്തിയെ പൂർണ്ണമായി മാറ്റാനുള്ള ശക്തിയില്ല. പക്ഷേ രാജകുമാരിയുടെ വിരൽ തക്ലിയിൽ കുത്തിയാലും അവൾ മരിക്കില്ല. അവളെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്ന ഒരു രാജകുമാരൻ അവളെ കാണുന്നതുവരെ അവൾ ആഴ്ന്ന നിദ്രയിലായിരിക്കും. രാജാവും രാജ്ഞിയും ആ ദേവതയുടെ കാരുണ്യത്തിനായി നന്ദി പറഞ്ഞു. കാവൽക്കാരെ, ഈ രാജ്യത്ത് സൂചിയോ നൂൽ നൂൽക്കുന്ന യന്ത്രമോ അങ്ങനെ ഒന്നും ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ എല്ലാ തക്ലിയും നൂൽ നൂൽക്കുന്ന യന്ത്രവും ആ രാജ്യത്തു നിന്ന് എടുത്തു മാറ്റപ്പെട്ട് അഗ്നിക്കിരയാക്കി. പിന്നീട് അവർ കരുതി തങ്ങളുടെ മകൾ സുരക്ഷിതയാണെന്ന്. വർഷങ്ങൾ കടന്നുപോയി. ദേവതകൾ പറഞ്ഞതുപോലെ റോസമണ്ട് വളർന്നു സുന്ദരിയായ ഒരു പെൺകുട്ടിയായി. അവൾ അതിമനോഹരിയായിരുന്നു, സ്നേഹവതി, എല്ലാ കാര്യങ്ങളിലും നിപുണയുമായിരുന്നു. 16ാമത്തെ പിറന്നാൾ ദിവസം റോസമണ്ട് കൊട്ടാരത്തിലൂടെ ചുറ്റി നടന്ന് കൊട്ടാര ഗോപുരത്തിലുള്ള ഒരു ചെറിയ മുറിയിലെത്തിച്ചേർന്നു. അവിടെ ഒരു വൃദ്ധ നൂൽ നൂൽക്കുന്ന യന്ത്രവുമായി ഇരിപ്പുണ്ടായിരുന്നു. നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ഞാൻ നൂൽ നൂൽക്കുകയാണ്. നീ ചെയ്തു നോക്കുന്നോ? ഞാൻ ഇതുവരെ ഇതുപോലൊന്നും കണ്ടിട്ടേയില്ല. ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ. അവൾ അതിനരികിലിരുന്നു. പക്ഷെ അവൾ ആ തക്ലിയിൽ തൊട്ട ഉടൻ തന്നെ അതിന്റെ മൂർച്ചയേറിയ മുന അവളുടെ കയ്യിൽ കൊത്തി. അവൾ ആഴ്ന്ന നിദ്രയിലായി. ആ വൃദ്ധ യഥാർത്ഥത്തിൽ ദുഷ്ടദേവതയായ മോദ്രയായിരുന്നു. അതേസമയം തന്നെ രാജാവും രാജ്ഞിയും ഭടന്മാരുമെല്ലാം നിദ്രയിലായി. രാജ്യമൊട്ടാകെ നിദ്രയിലാണ്ടു. കൊട്ടാരത്തിനു ചുറ്റും റോസാ ചെടികൾ വളർന്നു തുടങ്ങി. 100 വർഷങ്ങൾ കടന്നുപോയി. ഒരു ദിവസം അയൽ രാജ്യത്തു നിന്നുള്ള ഇവാൻ രാജകുമാരൻ അതുവഴി വന്നപ്പോൾ രാജകൊട്ടാരം മുഴുവൻ കുറ്റിച്ചെടികൾ നിറഞ്ഞു നിൽക്കുന്നത് കണ്ടു. അവിടെ എന്താണുള്ളതെന്നറിയാൻ ആകാംക്ഷ തോന്നിയ രാജകുമാരൻ തന്റെ വാളുകൊണ്ട് കുറ്റിച്ചെടികൾ മുഴുവൻ വെട്ടിമാറ്റി. പക്ഷേ വാള് ചെടിയെ സ്പർശിച്ച ഉടൻ തന്നെ രാജകുമാരന്റെ മുന്നിൽ ഒരു വഴി തെളിഞ്ഞു കണ്ടു. അയാൾ കൊട്ടാരത്തിനകത്ത് പ്രവേശിച്ചു. എല്ലാവരും ഉറങ്ങിക്കിടക്കുന്നത് കണ്ടു. ഓരോ മുറികളിലും കയറിയിറങ്ങി. ഒടുവിൽ കൊട്ടാര ഗോപുരത്തിലുള്ള ഒരു ചെറിയ മുറിക്കുള്ളിൽ കയറിയ രാജകുമാരൻ നിദ്രയിലാണ്ടിരിക്കുന്ന രാജകുമാരിയെ കണ്ടു. എന്തൊരഴക്! ഇത്രയും സുന്ദരിയായ ഒരു പെൺകുട്ടിയെ ഞാൻ ഇതുവരെ കണ്ടിട്ടേയില്ല. അയാൾ കുനിഞ്ഞ് അവളുടെ കവളിൽ ഉമ്മവച്ചു. അവൾ ശാപവിമുക്തയായി.
റോസമ്മൺ കണ്ണു തുറന്നു. എന്താ സംഭവിച്ചത്? നിങ്ങൾ ആരാണ്? ഞാൻ ഇവാൻ രാജകുമാരനാണ്. അയൽ രാജ്യത്തു നിന്ന് വന്നതാണ്. രാജാവും രാജ്ഞിയും ഉണർന്നു നോക്കിയപ്പോൾ ഇവാനും റോസമണ്ടും നിൽക്കുന്നത് കണ്ടു. അവരുടെ മകളെ കണ്ട് അവർ അത്യധികം സന്തോഷിച്ചു. ദുർമന്ത്രവാദിനിയുടെ ശാപത്തിൽ നിന്നും നീ എന്റെ മോളെ വിമുക്തയാക്കി. പിന്നീട് രാജാവ് നടന്ന കഥകളെല്ലാം രാജകുമാരനോട് പറഞ്ഞു. യഥാർത്ഥ സ്നേഹമുള്ള ഒരു രാജകുമാരന് മാത്രമേ നിന്നെ ശാപവിമുക്തയാക്കാൻ കഴിയൂ. പ്രിയപ്പെട്ട റോസമണ്ട്, നീ യഥാർത്ഥ സ്നേഹം അറിഞ്ഞിരിക്കുന്നു. രാജാവ് ഇവാന് നന്ദി പറഞ്ഞു. ഉടനെ തന്നെ റോസമണ്ടും ഇവാനും തമ്മിലുള്ള വിവാഹം നടന്നു. എല്ലാ ദേവതകളും അവരെ അനുഗ്രഹിക്കാനെത്തി. രാജ്യത്ത് വീണ്ടും ഒരു വിരുന്ന് സൽക്കാരത്തിൽ എല്ലാവരും ആഹ്ലാദത്തോടെ പങ്കെടുത്തു. ഏത് വസ്തു കൊണ്ടാണ് രാജകുമാരിയുടെ വിരലിൽ കുത്തപ്പെട്ടത്? കമ്പി, സൂചി, കത്തി, കമ്പ്. സൂചി ശരി ഉത്തരമാണ്. ദേവതകളൊക്കെ വ്യത്യസ്തമായ ശരീരപ്രകൃതിയുള്ള മനുഷ്യരുടെ കഥകൾ പറയാറുണ്ട്. ഇപ്പോ അതേപോലെ ഒരു കഥ ഞങ്ങളോട് പറയാമോ? തീർച്ചയായും. തള്ളവിരലിന്റെ അത്ര ഉയരമുള്ള ഒരു പെൺകുട്ടിയുടെ കഥ ഞാനിപ്പോൾ പറയാം, കേൾക്കുവിൻ. ഒരു ഗ്രാമത്തിൽ സഹൃദയായ ഒരു സ്ത്രീ ജീവിച്ചിരുന്നു. അവൾ ഒരു കുഞ്ഞിനായി ആഗ്രഹിച്ചിരുന്നു. അതിനായി അവൾ ഒരു മന്ത്രവാദിനിയെ ചെന്ന് കാണാൻ തീരുമാനിച്ചു. അവർ അവൾക്കൊരു വിത്ത് കൊടുത്തു. അങ്ങനെ ആ സ്ത്രീ ആ വിത്ത് തന്റെ തോട്ടത്തിൽ വിതച്ചു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഒരു മാന്ത്രിക പുഷ്പം വിടർന്നു. ആ പുഷ്പത്തിനുള്ളിൽ ഒരു മനോഹരിയായ ഇളം തവിട്ട് നിറത്തിലുള്ള തലമുടിയോട് കൂടിയ ഒരു പെൺകുട്ടിയുണ്ടായിരുന്നു. അവൾക്ക് ആ സ്ത്രീയുടെ തള്ളവിരലിന്റെ അത്ര വലിപ്പം പോലുമില്ലായിരുന്നു. ആ സ്ത്രീ അവൾക്ക് തമ്പലീന എന്ന് പേരിട്ടു. ഒരു ദിവസം അവൾ മേശപ്പുറത്തിരുന്ന് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു വൃത്തികെട്ട തവള ചാടി വന്നു. ആഹാ, എത്ര മനോഹരിയായ പെൺകുട്ടി! ഇവൾക്ക് എന്റെ മകൻ നന്നായി യോജിക്കും. അത് തമ്പുലീനയുടെ തൊട്ടിലും എടുത്തുകൊണ്ട് അടുത്തുള്ള അരുവിയിലേക്ക് ചാടിപ്പോയി. മോനെ, നോക്ക്, നിനക്ക് അനുയോജ്യമായ ഒരു പെണ്ണിനെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. 2 തവളകളും കൂടി തമ്പലീനയെ ഒരു ലില്ലി ഇലയുടെ മുകളിൽ കിടത്തിയിട്ട് വിവാഹത്തിനുള്ള ഏർപ്പാടുകൾ ചെയ്യാനായി പുറപ്പെട്ടു. തമ്പലീന വല്ലാതെ ഭയപ്പെട്ടു. അവൾക്ക് എന്താണ് ചെയ്യേണ്ടതെന്നറിയില്ല. അപ്പോഴതുവഴി വന്ന ഒരു ചിത്രശലഭം തമ്പലീനയെ കണ്ടു. വിഷമിക്കാതിരിക്കെ, ഞാൻ നിന്നെ സഹായിക്കാം. അത് അവളെ കൈകൊണ്ട് വലിച്ചെടുത്ത് വളരെ അകലെയുള്ള പുഷ്പങ്ങൾ കൊണ്ട് നിറഞ്ഞ ഒരു മനോഹരമായ സ്ഥലത്തേക്ക് കൊണ്ടുപോയി. തമ്പലീനയ്ക്കായി ഒരു പൂവ് പറിച്ചുകൊണ്ടുവരാൻ ചിത്രശലഭം പോയി. അപ്പോൾ അവിടെ എത്തിയ ഒരു കറുത്ത വണ്ട് തമ്പലീനയെ കണ്ടു. എന്തൊരു അപൂർവമായ ജീവിയാണിത്! ഇവളെ ഞാൻ എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകും. അതവളെ ഒരു കാട്ടിലേക്ക് റാഞ്ചിക്കൊണ്ടുപോയി. അതിന്റെ കൂട്ടുകാരെല്ലാവരും ഒന്നിച്ചുകൂടി തമ്പലീനയെ നോക്കി നിന്നു. ഈ വൃത്തികെട്ട ജീവിയെ കണ്ടോ? അതിന് 2 കാലുകളേ ഉള്ളൂ. ഇതുപോലൊരു വൃത്തികെട്ട ജീവിയെക്കൊണ്ട് യാതൊരു പ്രയോജനവുമില്ലെന്ന് മനസ്സിലാക്കിയ വണ്ട് അവളെ പറഞ്ഞയച്ചു. പാവം തമ്പലീന കാട്ടിൽ അലഞ്ഞു തിരിഞ്ഞു. അവൾ മണ്ണിലുള്ള ഒരു ചെറിയ ദ്വാരത്തിലേക്ക് കാലിടറി വീണു. ഒരു വൃദ്ധയായ ചുണ്ടലി പുറത്തേക്ക് വന്നു. അത് തമ്പലീന വിറങ്ങലിച്ചിരിക്കുന്നത് കണ്ടു. കൂട്ടുകാരി, നീ കൂടുതൽ തണുത്ത് വിറങ്ങലിക്കുന്നതിനുള്ളിൽ അകത്തേക്ക് വാ. ആ ചുണ്ടലിയും തമ്പലീനയും സുഹൃത്തുക്കളായി. അത് അവൾക്ക് താമസിക്കാൻ സ്ഥലം നൽകി. നീ എന്റെ വീടൊക്കെ വൃത്തിയാക്കണം. കൂടാതെ എനിക്കും എന്റെ അയൽക്കാരനായ മിസ്റ്റർ മോളിനും കഥകളൊക്കെ പറഞ്ഞു തരണം. ആ സമയത്ത് മിസ്റ്റർ മോൾ അകത്തേക്ക് വന്നു. അതിന് തമ്പലീനയെ വളരെ ഇഷ്ടപ്പെട്ടു. ഒരു ദിവസം രാവിലെ, വാ, നമുക്ക് ഈ പുതിയ തുരങ്കത്തിലൂടെ യാത്ര ചെയ്യാം. മിസ്റ്റർ മോൾ താൻ പുതുതായി തോണ്ടിയെടുത്ത തുരങ്കപാതയിലൂടെ ചുണ്ടലിയെയും തമ്പലീനെയും കൊണ്ട് യാത്രയായി. വഴിയിൽ ഒരു മീവൽ പക്ഷി തണുത്തു മരവിച്ച് കിടക്കുന്നത് കണ്ടു. അയ്യോ, പാവം ഈ പക്ഷി. അതിന്റെ കാര്യം പോട്ടെ, ഏതായാലും അത് മരിക്കാൻ പോവാ. പക്ഷേ തമ്പലീന ഒരു പച്ച പുതപ്പെടുത്തുകൊണ്ടുവന്ന് അതിനെ പുതപ്പിച്ചു. നിനക്ക് പറക്കാനാവുന്നതുവരെ ഞാൻ നിന്നെ ശുശ്രൂഷിക്കാം. ദിവസവും തമ്പലീന കുറച്ച് ഗോതമ്പ് മണികളും വെള്ളവും മീവൽ പക്ഷിക്ക് കൊണ്ടുപോയി കൊടുക്കും. ഇതിനിടെ മിസ്റ്റർ മോൾ തമ്പലീനയെ വിവാഹം കഴിക്കാനുള്ള തന്റെ ആഗ്രഹം പ്രകടമാക്കി. ഓ തമ്പലീന, എനിക്ക് നിന്നെ വളരെ ഇഷ്ടമായി. തമ്പലീന ആ വിവാഹാഭ്യർത്ഥന നിരസിച്ചു. പക്ഷെ ചുണ്ടലി അവളെ അത്യധികം നിർബന്ധിച്ചു. ഞാൻ അവസാനമായി എന്റെ മീവൽ പക്ഷിയെ ഒന്ന് കണ്ടോട്ടെ. അവൾ തന്റെ സുഹൃത്തിന്റെ പക്കലേക്കോടി. അത് പറക്കാൻ തയ്യാറായി നിൽക്കുകയായിരുന്നു. തമ്പലീന സന്തോഷത്തോടെ അതിന്റെ മുതുകിൽ കയറി. അത് പുഷ്പങ്ങളുടെ മാന്ത്രിക സ്ഥലത്തേക്ക് പറന്നു.
തമ്പലീന ചുറ്റുപാടും നോക്കി. ഒരു സുന്ദരനായ യുവാവ് അരികിൽ നിൽക്കുന്നത് അവൾ കണ്ടു. അവരുടെ കണ്ണുകൾ തമ്മിലിടഞ്ഞു. അവർ പ്രണയത്തിലായി. ഞാൻ ഡേസീസിലെ രാജകുമാരനാണ്. നിനക്ക് എന്റെ രാജ്ഞിയാവാമോ? രാജാവിന്റെ പ്രജകൾ തമ്പലീനയ്ക്ക് മനോഹരമായ ചിറകുകൾ സമ്മാനിച്ചു. അവരുടെ വിവാഹം നടന്നു. തമ്പലിനെ ആരാണ് വിവാഹം കഴിച്ചത്? ഡെയ്സികളുടെ മന്ത്രി, ഡെയ്സികളുടെ കാവൽക്കാരൻ, ഡെയ്സികളുടെ രാജാവ്, ഡെയ്സികളുടെ സേനാധിപതി. ഡെയ്സികളുടെ രാജാവ്. ശരി ഉത്തരം. അടുത്തതായി പാവയ്ക്ക് ജീവൻ വന്ന കഥ. പിനോക്കിയോ എന്ന പാവക്കുട്ടിയുടെ കഥ ഞാനിപ്പോൾ പറയാം. പണ്ട് ഒരു പാവപ്പെട്ട വൃദ്ധനായ ജെപ്പറ്റോ എന്നു പേരുള്ള ഒരു ശില്പി തനിച്ച് ജീവിച്ചു പോന്നു. അയാൾ സൽസ്വഭാവിയായിരുന്നു. കുട്ടികൾക്കായുള്ള കളിപ്പാട്ടങ്ങൾ നിർമ്മിക്കുന്നതായിരുന്നു അയാളുടെ ജോലി. എനിക്ക് സ്വന്തമായിട്ടൊരു കുഞ്ഞുണ്ടായിരുന്നെങ്കിൽ. അങ്ങനെ ഒരു പുതിയ മൃദുവായ പൈൻമരത്തിന്റെ കമ്പുകൾ ഉപയോഗിച്ച് അയാൾ ഒരു പാവക്കുട്ടിയെ നിർമ്മിച്ചു. നീല ചിറകുകളുള്ള ഒരു ദേവതയ്ക്ക് അയാളിൽ മനസ്സലിവ് തോന്നി. അയാൾക്കൊരു സമ്മാനം കൊടുക്കാൻ ആഗ്രഹിച്ചു. അവർ മാന്ത്രിക കോലുപയോഗിച്ച് ആ പാവക്കുട്ടിക്ക് ജീവൻ നൽകി. ആഹാ, ഞാൻ ഇതുവരെ നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും നല്ല പാവക്കുട്ടിയായത്. ഞാൻ ഇതിനെ പിനോക്കിയോ എന്ന് വിളിക്കും. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം പിനോക്കിയോയെ സ്കൂളിലേക്ക് അയക്കാൻ അയാൾ ആഗ്രഹിച്ചു. അതിനായി അയാളുടെ ഒരേ ഒരു കോട്ട് വിറ്റ് അയാൾ പിനോക്കിയോയ്ക്ക് പാഠപുസ്തകം വാങ്ങിച്ചു. നീ ഒരു നല്ല കുട്ടിയായി സ്കൂളിൽ പോണം. ശരി, പുറപ്പെട്. പോകുന്ന വഴിക്ക് പിനോക്കിയോ ഒരു സൂത്രശാലിയായ കുറുനരിയെ കണ്ടു. അയ്യേ വേണ്ട സുഹൃത്തെ, നല്ല കുട്ടികളാരും സ്കൂളിലേക്ക് പോവാറില്ല. അവർ ട്രാൻഡ് കടൽ കടന്ന് റൺവേ ദ്വീപിലേക്ക് പോകാനാണ് ആഗ്രഹിക്കുക. അവിടെ അവർക്ക് ദിവസം മുഴുവനും കളിച്ച് രസിച്ച് ഉല്ലസിക്കാം. നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഞാനൊരു ടിക്കറ്റ് തരാം. പക്ഷേ എന്റെ കയ്യിൽ അതിന് പൈസ ഇല്ലല്ലോ. നിന്റെ പാഠപുസ്തകം തന്നാലും മതി. പിനോക്കിയോ സന്തോഷത്തോടെ തന്റെ പാഠപുസ്തകം നൽകി. അവൻ ഒരു നല്ല കുട്ടിയായി വിനോദയാത്രയ്ക്ക് പോവുകയായിരുന്നു. പെട്ടെന്ന് നീല ചിറകുകളുള്ള ദേവത അവിടെ പ്രത്യക്ഷയായി. പിനോക്കിയോ, നീ സ്കൂളിലേക്ക് പോകുന്നില്ലേ? ഞാൻ സ്കൂളിലേക്കാ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു വലിയ നുണ പറഞ്ഞതോടെ പിനോക്കിയോയുടെ മൂക്ക് വളരെ വലുതായി നീണ്ടു വളരാൻ തുടങ്ങി. അവൻ കരയാൻ ആരംഭിച്ചു. നീ ഒരു നുണ പറഞ്ഞിരിക്കുന്നു പിനോക്കിയോ. നീ എപ്പോൾ നുണ പറയുന്നോ അപ്പോഴൊക്കെ നിന്റെ മൂക്ക് വലുതായിക്കൊണ്ടിരിക്കും. എന്നോട് ക്ഷമിക്കണം. ഞാൻ ഇനി മുതൽ നല്ല കുട്ടിയായി സ്കൂളിലേക്ക് പോവാൻ ഉറപ്പ് തരുന്നു. ദേവത അവന് മാപ്പ് നൽകി. അവരുടെ മാന്ത്രിക കോൽ വീശി അവന്റെ പഴയ മൂക്ക് അവന് തിരിച്ചു നൽകി. പക്ഷെ പോകുന്നതിന് മുമ്പ് ഒരു മുന്നറിയിപ്പും നൽകി. ഒരു കാര്യം ഓർമ്മിക്കണം കുട്ടി, റൺവേ ദ്വീപ് കുട്ടികൾക്ക് കളിക്കാനുള്ള നല്ല സ്ഥലമല്ല. നീ അവിടെ പോയാൽ ഒരു കഴുതയായി മാറും. പക്ഷെ പിനോക്കിയോ അവരുടെ വാക്കുകൾ അനുസരിക്കാൻ തയ്യാറല്ലായിരുന്നു. അച്ഛനെ പറ്റിയോ ദേവത പറഞ്ഞതിനെ പറ്റിയോ ഓർമ്മിക്കാതെ അവൻ റൺവേ ദ്വീപിലേക്ക് യാത്രയായി. ആദ്യമൊക്കെ ആ സ്ഥലം ജീവിക്കാൻ പറ്റിയതായി തോന്നി. പലവിധ വിനോദങ്ങളും മധുര പലഹാരങ്ങളും. പിനോക്കിയോയെ നിയന്ത്രിക്കാൻ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. ഒരു ദിവസത്തെ ഉല്ലാസത്തിനു ശേഷം അവൻ ക്ഷീണിതനായി ഒരു തടാകത്തിനരികെ വിശ്രമിക്കാനായിരുന്നു. കുടിക്കാൻ വെള്ളമെടുക്കാനായി തന്റെ കൈകൾ വെള്ളത്തിലേക്ക് നീട്ടിയപ്പോൾ അവൻ തന്റെ പ്രതിബിംബം കണ്ടു. അയ്യോ, ഇത് ഞാനല്ല. എന്റെ ചെവികൾക്കും മൂക്കിന് എന്താ സംഭവിച്ചത്? എനിക്ക് എങ്ങനെ ഈ വാൽ വന്നത്? അവന് ഒരു കഴുതയെപ്പോലെ ചെവികളും മൂക്കും വാലും വളർന്നിരുന്നു. സഹായിക്കണേ, ആരെങ്കിലും സഹായിക്കണേ. ഒരിക്കൽ കൂടി നീലച്ചിറകുകളുള്ള മാലാക പ്രത്യക്ഷയായി. വിഡ്ഢിയായ പാവക്കുട്ടി, ഞാൻ നിന്നോട് പറഞ്ഞില്ലേ റൺവേ ദ്വീപ് ഒരു സുരക്ഷിതമായ സ്ഥലമല്ലെന്ന്. ഇപ്പോൾ നീ ചെന്ന് നിന്നെ കാണാതെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന നിന്റെ അച്ഛനെ കണ്ടുപിടിക്കേ. അവർ തന്റെ മാന്ത്രിക കോലുപയോഗിച്ച് പിനോക്കിയോയുടെ കഴുത ചെവികളും നീണ്ട മൂക്കും വാലുമെല്ലാം അപ്രത്യക്ഷമാക്കി. അവർ അവനെ കടൽ തീരത്തേക്ക് പറഞ്ഞയച്ചു. അവിടെ തന്റെ അച്ഛൻ ജെപ്പറ്റോ മുങ്ങി താഴുന്നത് അവൻ കണ്ടു. അച്ഛനെ മാത്രം മനസ്സിൽ ധ്യാനിച്ച് അവൻ വെള്ളത്തിലേക്ക് എടുത്തു ചാടി അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിച്ചു. പിനോക്കിയോ, ഇപ്പൊ നിനക്ക് മനസ്സിലായോ? ഒരു നല്ല മനുഷ്യനെന്ന് വെച്ചാൽ മറ്റുള്ളവരോട് സ്നേഹത്തോടെ പെരുമാറുന്നവരും അവരുടെ ദുഃഖങ്ങളിൽ പങ്കെടുക്കുന്നവരുമാണെന്ന്. നിനക്ക് അച്ഛനോടുള്ള യഥാർത്ഥ സ്നേഹത്തിനുള്ള പ്രതിഫലം കിട്ടിയിരിക്കുന്നു. അതെ, പിനോക്കിയോ അന്നു മുതൽ പൈൻ മരം കൊണ്ടുണ്ടാക്കിയ പാവക്കുട്ടിയല്ല. അവന് മാംസവും രക്തവും എല്ലുകളുമുണ്ട്. ഒടുവിൽ എന്റെ ആഗ്രഹം സഫലമായി. അങ്ങനെ പിനോക്കിയോ തന്റെ അച്ഛനോടൊപ്പം വളരെ കാലം സന്തോഷപൂർവ്വം ജീവിച്ചു. പിനോക്കിയോ എങ്ങോട്ട് പോകാനാണ് ആഗ്രഹിച്ചത്? ബ്ലാക്ക് റോസ് ഐലൻഡ്, റൺഅവേ ഐലൻഡ്,
സ്നോയാർഡ് ഐലൻഡ്, സ്മാർട്ട് ഐലൻഡ്. റൺഅവേ ഐലൻഡ്. കൊള്ളാം.